ഹലോ, നമ്മളിന്ന് പോകുന്നതേ ബാണാസുര സാഗർ ഡാമിലേക്കാട്ടോ, അതും പടിഞ്ഞാറത്തറ. അതുപോലെ തന്നെ ഏഷ്യയിലെ മണ്ണും കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമും കൂടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, കേരളത്തിലെ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്നും 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലേക്കാട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാണാസുര സാഗർ അണക്കെട്ട് 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡാമിലെത്തി കേട്ടോ. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. അതുപോലെ തന്നെ ഒരുപാട് കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പം കാറിൻ്റെ എടുത്ത് ഞങ്ങൾ അതുപോലെ ഇനിയിപ്പം ഇവിടെ ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിന് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 120 രൂപയാണ് ചാർജ് ഉള്ളിൽ കയറണമെങ്കിൽ. അപ്പം ഞാനിപ്പോൾ ഡാമിൻ്റെ താഴെയായിട്ടാണ് ഉള്ളത്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസം തന്നെയാണ് കേട്ടോ കാണാനൊക്കെ. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സിബ് ലൈൻ ഉണ്ട് കേട്ടോ മുകളിലൂടെ പോകുന്നത്. അപ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ, നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഫാമിലി അവിടുന്ന് ഇവിടുന്നൊക്കെ പല നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നല്ല പച്ച വിധിച്ചിരിക്കുക കേട്ടോ, സൈഡൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാനും സിബ് ലൈനിൽ കയറി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സിബ് ലൈനിൽ കയറുന്നത്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നല്ല ചൂടുള്ള സമയം കൂടിയാണ്. ഈ സമയത്തൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നല്ല ഒരു കാലാവസ്ഥ തന്നെയാണ്. ഞാൻ വന്നപ്പോൾ മഴയുണ്ടായിരുന്നു കേട്ടോ ചെറുങ്ങനെ. ഞാനിപ്പോൾ ഡാമിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫാമിലി താഴെ നിന്ന് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഡാമിൻ്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. അതുപോലെ ഇവിടെ പ്രായമായ ആൾക്കാർക്കൊക്കെ വരുമ്പോൾ ഉള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് വണ്ടിയൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുന്ന് ഡാമിൽ നിന്ന് താഴോട്ട് നോക്കാൻ നല്ല ചെറിയാണ് കേട്ടോ. താഴെ നോക്കുമ്പോൾ നല്ല ഒഴുക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നല്ല ചൂടും ഉണ്ട് കേട്ടോ. എനിക്കാണ് ദാഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പുറത്ത് സോഡക്കടയുണ്ട്, പക്ഷെ അത് കുറച്ച് അങ്ങോട്ട് പോവുകയും വേണം. ഈ ഡാമിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. പക്ഷേ ഈ ചൂടും കാറ്റും എന്ത് രസമാണ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡാം, നോ എൻട്രി. അപ്പം നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സൈഡ് മുഴുവനും മതിൽ പണിതിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞാനിവിടെ ഇരുന്നിട്ട് എന്താ പറയേണ്ടത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അത്രയും മനസ്സിൽ ഒരുപാട് സന്തോഷമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പല ജില്ലകളിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ സഞ്ചാരികളിവിടെ വരുന്നുണ്ട്. വിദേശത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വന്ന സമയത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് മുകളിൽ. താഴെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം വയനാട്ടിലെ മണ്ണൂടുള്ള അണക്കെട്ടാണ് കേട്ടോ ബാണാസുര സാഗർ. 1979 ഈ ഡാം പണിതത്. പിന്നെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കല്ലൊക്കെ കൊണ്ടിട്ടതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തീരും തോന്നുന്നില്ല. നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. താഴെ നോക്കി പച്ച വിധിച്ചിരിക്കുക. താഴെ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയെന്നാണ് കാണാൻ. രസം, നല്ല രസമുണ്ട് കേട്ടോ. കേട്ടോ ഒരുപാട് പാറക്കൂട്ടം കണ്ടോ. നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പീഡ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ ബോട്ട് സർവീസും കൊട്ടത്തോണിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സ്പീഡ് ബോട്ടിനാണ് ആകെ 2000 രൂപയുള്ളൂ കേട്ടോ. പിന്നെ കൊട്ടത്തോണി ഉണ്ടെന്നാണ് പറയുന്നത്. ആ കാണുന്നുണ്ടോ, സോളാറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഈ സോളാറിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത്. പിന്നെ നല്ലൊരു ഭംഗി എന്താ അറിയോ, നല്ല തണുപ്പും നല്ല രസമാണ് കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനും കേൾക്കാനും ഉണ്ട്. പിന്നെ ഞാൻ ഈ വന്ന സൈഡിലൊന്നും ആൾക്കാരില്ല കേട്ടോ. ആ മൂലയ്ക്കുണ്ടോ അവിടെ ഒരു പോലീസ് ഉണ്ട് കേട്ടോ. പോലീസാണോ സെക്യൂരിറ്റി ആണോ എന്ന് എനിക്കറിയില്ല, തിരിയുന്നില്ല, കുറച്ച് ദൂരെയാണ്. ബാണാസുര സാഗർ അണക്കെട്ട് 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണ് കൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ പ്രദേശത്ത് വേനൽക്കാലത്ത് വെള്ളം വറ്റും. കുടിവെള്ള പ്രവർത്തനം കൂടി വേണ്ടിയിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കുറ്റ്യാടി കക്കയം ഡാമിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, മറക്കല്ലേ.